നാഥനോടൊത്ത് നമ്മുടെ ഈശോയോട് കൂടെ നമുക്കായിരിക്കാം അല്പസമയം. സങ്കീർത്തനം 84:2 സങ്കീർത്തകൻ പറയുന്നു, എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളർന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ ആ രക്തസ്രാവം ബാധിച്ച സ്ത്രീ ഈശോയെ തൊട്ടു. ഈശോയിൽ നിന്ന് ശക്തി പ്രവഹിച്ചു. ആ സമയത്ത് ഈശോ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ തൊട്ടത്? പത്രോസ്ലീഹ പറയുന്നുണ്ട്, കർത്താവേ, എല്ലാവരും നിന്നെ ഇടിക്കുന്നു, തട്ടുന്നു, മുട്ടുന്നു. ആരാ നിന്നെ തൊടാത്തതായിട്ടുള്ളത്? ഈ ഒരു ചോദ്യം ശക്തമായൊരു ചോദ്യമാണ്. ആരാ നിന്നെ തൊടാത്തത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയെ തൊടുന്നവരാ, ഈശോയെ കാണുന്നവരാ, ഈശോയുടെ കൂടെ ഇരിക്കുന്നവരാ. എന്നാൽ ആ തൊടലിൽ നിന്ന് ശക്തി പ്രവഹിക്കത്തക്ക വിധത്തിലുള്ള തൊടൽ അതൊരുവൾ മാത്രമാണ് ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഈശോയെ തൊട്ടത്. അവളിലേക്കാണ് യേശുവിൻ്റെ ശക്തി പ്രവഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ തൊടൽ നാഥൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ആ വിശ്വാസത്തോടെ ഈശോയെ തൊടാൻ, കർത്താവിൽ നിന്ന് ശക്തി നമ്മിലേക്ക് പ്രവഹിക്കാൻ നമുക്കുമിടയാകും. ആ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം ഗാനത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശക്തി നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്കും ഒഴുകട്ടെ. എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ, എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ, എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ.
മഹാസ്നേഹത്തെ നന്ദിയാൽ പാടിടും നല്ലവനേശുവേ. നാടെങ്ങും വാഴ്ത്തിടാം നിൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ. പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നൽകണേ പ്രിയനേ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ, പൊന്നുനാഥൻ കൃപ നൽകണേ പ്രിയനേ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. നാഥനോടൊപ്പം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ നമുക്കാകട്ടെ. അതിനുവേണ്ടി അഭിഷേകം നമുക്ക് ലഭിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 5-ാം തിരുവചനം, ശിൽഹന്മാർ ഈശോയെ സമീപിച്ച് ഈശോയോട് ചോദിച്ചു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്. വിശ്വാസമുണ്ടെങ്കിൽ നമുക്കെല്ലാം സാധ്യമാണ്. വിശ്വസിക്കുക, ദൈവമഹത്വം ദർശിക്കുമെന്ന് ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിശ്വാസം നമ്മുടെ ആരുടെയും കഴിവുകൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല. സഭ പഠിപ്പിക്കുക ഫെയ്ത്ത് ഈസ് എ സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ് എന്നാണ്. സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഒരു വരമാണ് വിശ്വാസം. വിശ്വാസ വരം. ശിൽഹന്മാർ ഈശോയെ കണ്ടു, ഈശോയുടെ കൂടെ നടന്നു, അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു. ഇതെല്ലാം കണ്ടിട്ടും വിശ്വാസം വർദ്ധിച്ചില്ല. 17-ാം അധ്യായം ആയപ്പോഴേക്കും ഒരുമാതിരി എല്ലാം കണ്ടിട്ടുണ്ട്. ഈശോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടു, കേട്ടു, മനസ്സിലാക്കി, അനുഭവിച്ചു. പക്ഷെ വിശ്വാസം മാത്രം വർദ്ധിച്ചില്ല. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് ആ വിശ്വാസത്തിൽ നിന്ന് അങ്ങയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഗാനത്തോട് ചേർന്ന്
ആ കൃപാഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാഹന്ന ദൈവത്തിൻ ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മാമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിൻ ആരാധന, മോറിയാ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിൻ ആരാധന, യാബോക്കെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിൻ ആരാധന, കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത ജോസഫിന്റെ ദൈവത്തിൻ ആരാധന, ആരാധന ആരാധന യാഹന്ന ദൈവത്തിൻ ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിൻ ആരാധന, കർമ്മേലെന്ന മലയിൽ അഗ്നിയയച്ച ഏലിയാവിൻ ദൈവത്തിൻ ആരാധന, മിസ്രയീം ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിൻ ആരാധന, സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിൻ ആരാധന, ആരാധന ആരാധന യാഹന്ന ദൈവത്തിൻ ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആരാധന യാഹന്ന ദൈവത്തിൻ
ഈശോ പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. ഒറ്റ കാര്യം, വിശ്വാസത്തോടു കൂടി ചോദിക്കണം. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ അവസ്ഥകളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാൻ, ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ, ദൈവത്തിൻ്റെ ശക്തി സ്വന്തമാക്കുവാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. അതിനായി ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എത്ര നല്ലവൻ എന്നേശുനാഥൻ,